എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവരെടുത്ത ഉറച്ച തീരുമാനത്തിന് പിന്നിലെ രഹസ്യം എന്താണ്, ഈ സത്യം നിങ്ങൾ തീർച്ചയായും അറിയണമെന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ CD എന്ന ഫയൽ എടുത്ത ഒരു റീഡിങ് നോക്കാം. അവർ എടുത്ത തീരുമാനം എന്താണ്, അവരെടുത്ത തീരുമാനത്തിൻ്റെ രഹസ്യം എന്താണെന്നതിനെക്കുറിച്ചാണ് നോക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് അവർ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ്. ആ വ്യക്തിയുടെ മനസ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള വേദനയുണ്ടെങ്കിൽ അത് നിങ്ങളെയും ബാധിക്കും. ആ വ്യക്തിയുടെ മനസ്സിനെ വേദനിപ്പിക്കാൻ നിങ്ങൾ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് തന്നെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അതൊന്നും ആ വ്യക്തിയെ അറിയിക്കാതെ, ബുദ്ധിമുട്ടിക്കാതെ കടന്നു പോകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ആത്യന്തികമായിട്ട് ആ വ്യക്തി ഇഷ്ടപ്പെടുന്നു. പക്ഷെ ആ വ്യക്തി എടുത്ത തീരുമാനവും അവരുടെ മനസ്സിലിരിപ്പും തീർച്ചയായിട്ടും നിങ്ങൾ അറിയണം. ആ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട്. പക്ഷെ ആ വ്യക്തിയുമായി ചേർന്ന് നിൽക്കുന്ന ചില ആളുകൾ നിങ്ങൾക്കെതിരെ കൃത്യമായ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ആ നീക്കങ്ങൾ അറിഞ്ഞിട്ടും അത് തടയാൻ കഴിയാത്തതിൻ്റെ മനോവിഷമം നിങ്ങളുടെ വ്യക്തിക്ക് തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിലുള്ള ബന്ധത്തെ എതിർക്കുന്നവർക്ക് വലിയ സ്ഥാനമാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ ചില ഉലച്ചിലുകൾ ഉണ്ടായിരുന്നു. ആ വ്യക്തി എപ്പോഴും അവരുടെ വാക്കുകൾക്ക് പ്രാധാന്യം നൽകുന്നു. ആ വ്യക്തിക്ക് ഒരിക്കലും മനസ്സിലായിട്ടില്ല ആ വ്യക്തി ആഗ്രഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ കരുതുന്നത് പോലെയല്ല ആ വ്യക്തിയുടെ ബന്ധപ്പെട്ട ചില ആളുകളെന്നത്. അവർ അകാരണമായി നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ അകറ്റാനുള്ള പല പരിശ്രമങ്ങളും നടത്തി വരികയാണ്. ആ പരിശ്രമങ്ങളിലൊന്നും അവർ വിജയിക്കാത്തത് നിങ്ങളുടെ നല്ല മനസ്സുകൊണ്ട് മാത്രമാണ്. നിങ്ങളെ സമൂലം നശിപ്പിക്കുക, ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങളെ തുടച്ചു നീക്കുക എന്നുള്ള ശക്തമായ ആഗ്രഹവും അതിനുള്ള പ്രവർത്തനങ്ങളും അവർ നടത്തുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധത കൊണ്ടും നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണ് എന്നുള്ളത് കൊണ്ടും അവർക്ക് നിങ്ങളെ തകർക്കാൻ കഴിയുന്നില്ല. ആ വ്യക്തിയുടെ മനസ്സ് നല്ലതാണെങ്കിലും ആ വ്യക്തിയെ ഒരു കാലപരിധി വരെ അവർ സ്വാധീനിക്കുകയും നിങ്ങൾക്ക് ചില ഉപദ്രവങ്ങൾ അതിലൂടെ ഉണ്ടാകുകയും ചെയ്യും. പക്ഷെ ആത്യന്തികമായിട്ട് നിങ്ങളെയും ആ വ്യക്തിയെയും തകർത്ത് അവർക്ക് ഒന്നും നേടാൻ കഴിയില്ല. അധികം താമസിയാതെ തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് അവരിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്യും. അതിനുള്ള സംഭവങ്ങൾ ഉടൻ ഉണ്ടാകുകയും ചെയ്യും. അടുത്തതായിട്ട് രണ്ടാമത്തെ ഫയൽ തിരഞ്ഞെടുത്ത റീഡിംഗ് ആണ്. ആ വ്യക്തി നിങ്ങളിൽ നിന്നൊരു രഹസ്യം കൃത്യമായിട്ട് മറച്ചു വെക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ മുൻകാല ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യത്തെ സംബന്ധിച്ചാണ്. അത് കുറേ നാളുകളായിട്ട് നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുകയാണ് ആ വ്യക്തി. ആ വ്യക്തി അത് മറച്ചു വെക്കാനുള്ള കാരണം നിങ്ങളെ വഞ്ചിക്കാനല്ല. നിങ്ങളതറിഞ്ഞാൽ ആ വ്യക്തിയോട് ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്ന സ്നേഹം പിന്നീട് കാണിക്കുമോ, അല്ലെങ്കിൽ ബന്ധം അകന്നു പോകുമോ എന്നുള്ള ഭയത്താൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി അത് തടഞ്ഞ് നിർത്തുന്നത്. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായപ്പോഴും നിങ്ങൾക്ക് താങ്ങായി തണലായി നിന്നത് ആ വ്യക്തിയാണ്. പക്ഷേ ആ വ്യക്തിക്ക് നിങ്ങളോട് പറയാത്ത ചില കാര്യങ്ങളിൽ ഏർപ്പെടുകയും അതിൽ നിന്ന് ചില നഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലായി താൻ അത്തരത്തിൽ നിങ്ങളെ അറിയാതെ ചെയ്ത കാര്യങ്ങളെല്ലാം വളരെ തെറ്റായിപ്പോയെന്നും നിങ്ങളോടത് ചെയ്യരുതായിരുന്നു എന്നുള്ള കാര്യത്തിൽ നിങ്ങളുടെ വ്യക്തിക്ക് കൃത്യമായ ഒരു അറിവുണ്ട്. ഇപ്പോൾ അത് കൂടുതൽ മനസ്സിലാക്കുന്നു. കുറ്റബോധത്തോടെ ആ വ്യക്തി അതിനെയൊക്കെ സമീപിക്കുകയും ചെയ്യുന്നു. കാരണം
ഞാൻ എൻ്റെ വ്യക്തിയോട് കാണിക്കാൻ പാടില്ലാത്ത ഒരു തെറ്റ് കാണിച്ചു എന്നുള്ള കുറ്റബോധവും ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. പക്ഷേ ഭയപ്പെടാനില്ല. ഒരിക്കലും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വഞ്ചിക്കുന്നില്ല. നിങ്ങളുടെ വ്യക്തി ചിലരെ കണ്ണടച്ച് വിശ്വസിക്കുകയും അവരുടെ വാക്കുകൾ വിശ്വസിക്കുകയും നിങ്ങളെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുകയൊക്കെ ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിനധികം താമസിയാതെ തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് ആരാണോ നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ തകർക്കാൻ ശ്രമിക്കുന്ന, ഈ വ്യക്തിയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന അവരുടെ യഥാർത്ഥ മുഖം മനസ്സിലാക്കാനുള്ള ഒരു ഭാഗ്യം സിദ്ധിക്കുകയുണ്ടായി. ഇപ്പോൾ കൃത്യമായിട്ടറിയാം. പക്ഷെ എന്നിട്ടും ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നത്, ഇനിയും നിങ്ങളതറിഞ്ഞാൽ എന്തെങ്കിലും വിഷയം ഉണ്ടാകുമോ, നിങ്ങളും ആ വ്യക്തി തമ്മിലുള്ള ബന്ധത്തിൽ അത് തകർച്ചയുണ്ടാക്കുമോ എന്ന് ചിന്തിച്ചിട്ട് മാത്രമാണ് നിങ്ങളോട് പറയാത്തത്. അല്ലാതെ നിങ്ങളെ വഞ്ചിക്കാൻ താല്പര്യമില്ല, നിങ്ങളെ ചതിക്കാൻ താല്പര്യമില്ല, നിങ്ങളുടെ മനസ്സ് വിഷമിപ്പിക്കാൻ അല്ലെങ്കിൽ മനസ്സ് വിഷമിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ആ വ്യക്തി പൂർണ്ണമായി നിങ്ങളെ മനസ്സിലാക്കുന്നു, നിങ്ങളെ ഉൾക്കൊള്ളുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.